അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2 തരം സ്റ്റിച്ച് കാണിക്കാനാണ് കേട്ടോ. 3 തരം സ്റ്റിച്ച് ഉണ്ട്. ഒന്ന് നമ്മൾ ബ്ലൗസിന് യൂസ് ചെയ്യുന്ന ഈ സ്റ്റിച്ച്, ഇത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ പലരും ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ഇതിങ്ങനെ മറ്റേ അടി കൂടെ തന്നെ മുകളിൽ കൂടെ എടുത്ത് വീണ്ടും കുത്തി ബാക്കിൽ കൂടെ എടുത്ത് ഇങ്ങനെ ചുറ്റി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹുക്ക്. ഇതും വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഹുക്ക് വളർത്താനായിട്ട്. ഇത് മറ്റേ ലെയറായിട്ടുള്ള ഇതാണ്. ഇതുണ്ട ഇങ്ങനെ കൊളുത്തുമ്പോൾ പലരും ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനും നല്ലൊരു മെത്തേഡാണ് ഈ രണ്ടാമത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ മെത്തേഡ്. അപ്പോൾ ബുട്ടിക്കുകളിലൊക്കെ ഇങ്ങനെയാണ് ബ്ലൗസിന് ഹുക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ കൊളുത്തുണ്ടാക്കുന്നത് കേട്ടോ. ഇത് കൊളുത്തുമ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് ഇരിക്കും. കൊളുത്തി ഭംഗിയാക്കിയിട്ട് കൊളുത്തേക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 ആക്കിയിട്ട് 2 ഇഴയായിട്ടാണ് ഇതെടുത്തത്. നിങ്ങൾക്ക് എത്ര ഇഴ വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. നമ്മൾ അടിയിൽ കൂടെ ഇങ്ങനെ കയറ്റുന്നു. എത്ര ലെങ്ത്ത് വേണം എന്നതിന് അനുസരിച്ചിരിക്കും. അടിയിൽ കൂടെ ഇങ്ങനെ കയറ്റി നമ്മളൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് മുകളിൽ കൂടെ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് വീണ്ടും അടിയിൽ കൂടെ കയറ്റി വലിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കയറ്റിയതിൻ്റെ താഴത്തെ ഭാഗത്തു കൂടെ നമ്മൾ വീണ്ടും കയറ്റുന്നു. എന്നിട്ട് സൂചി ഇങ്ങനെ തന്നെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കയറ്റിയ ഈ തുണി ഉണ്ടല്ലോ, അതായത് നൂലുണ്ടല്ലോ, അതിങ്ങനെ വലിച്ച് മുകളിലേക്ക് കയറ്റിയെടുക്കുന്നു. എന്നിട്ട് ടൈറ്റാക്കി അടിവശം ടൈറ്റാക്കുന്നു. എന്നിട്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മുല്ലപ്പൂവിനൊക്കെ കിട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ മുല്ലപ്പൂവൊക്കെ കിട്ടാൻ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെ തിരിച്ചെടുത്ത് ഇതിൽ കൂടെ കയറ്റി വലിച്ചെടുക്കുന്നു. മുല്ലപ്പൂവൊക്കെ കിട്ടുന്ന അതേ രീതി തന്നെയാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ വേഗത്തിൽ നമ്മളിത് ചെയ്തെടുക്കാം. അപ്പം തിക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഭംഗിയും കൂടും കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മേലിൽ അങ്ങനെയായിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. വളരെ ഈസിയാണ്, വളരെ ഭംഗിയാണ് താനും. എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കാം. അത്ര അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പലർക്കും അറിയില്ല, പലർക്കും അറിയും. ഞാനും ചെയ്യും. പലർക്കും അറിയുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അത് ഇത്ര ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പതിയെ സൂചി വലിക്കുക. അടിയിലത്തെ റോ ഭംഗിയായി തന്നെ വെച്ചുകൊണ്ട് വേണം നമ്മൾ സൂചി വലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് സൂചി നമ്മളിങ്ങനെ നേരെ വലിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ വലിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പോവും. കണ്ടോ, ഇത്രയേ ഉള്ളൂ ആ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട്. കണ്ടാ വളരെ നീറ്റായി വളരെ ഭംഗിയിൽ വന്നേക്കണം കേട്ടോ. ഇനി ഇത് ടൈറ്റ് ആക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൂചി ഉണ്ടല്ലോ ഇതിൽ കൂടെ തന്നെ കയറ്റി താഴത്തേക്ക് കൊടുത്തൊന്ന് വലിച്ചെടുത്ത് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.